ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കഴിഞ്ഞ എക്സാമിന് വന്ന ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹിൻസ് ഓഫ് റിവോൾട്ട് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ റിവോൾട്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു റിവോൾട്ടിനെ കുറിച്ച് കുറച്ച് ഹിൻസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത് ഏത് റിവോൾട്ടാണെന്ന് നമ്മളോട് തിരിച്ചറിയാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കാം. An armed rebellion against the British in 1899. 1899 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു സായുധ കലാപമാണല്ലേ ഇത്. ദിസ് ട്രൈബൽ റിവോൾട്ട് ഈസ് നോൺ ആസ് ഉൽഗുലാൻ എന്നറിയപ്പെടുന്നു. ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. ഏതാണ്? മുണ്ട റെബലിയൻ ആണല്ലേ. ആൻസർ എന്താണ്? മുണ്ട റെബലിയൻ. Okay, then arrange the items in column B, appropriate the column A and choose the correct combination from the option given below. ഡേവിഡ് റിക്കാർഡോ ഏതായിരിക്കും വരിക? ഡേവിഡ് റിക്കാർഡോ, അതെ, തിയറി ഓഫ് റെന്റ് ആണല്ലേ വരേണ്ടത്. ഡേവിഡ് റിക്കാർഡോ, തിയറി ഓഫ് റെന്റ്. നെക്സ്റ്റ് ആരാ കൊടുത്തിട്ടുള്ളത്? ജെഎം ഷുപ്പീറ്റർ ആണല്ലേ. അപ്പോൾ ഏതായിരിക്കും വരിക? യെസ്, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണല്ലേ. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ് വരിക. ദെൻ ദാദാബായ് നവറോജി, ദ ഡ്രെയിൻ തിയറി, ദെൻ കാൾ മാർക്സ്, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലേ. അങ്ങനെയല്ലേ വരേണ്ടത്. അപ്പോൾ ഡേവിഡ് റിക്കാർഡോ, തിയറി ഓഫ് റെന്റ്, ദെൻ ബി.ജെ. ഷുപ്പീറ്റർ, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, ദാദാബായ് നവറോജി, ഡ്രെയിൻ തിയറി, കാൾ മാർക്സ്, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, A3, B4, C2, D1. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Statement 1 following winter solstice in the apparent movement of the sun from the Tropic of Capricorn to the Tropic of Cancer is known as ഉത്തരായനം. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താ കൊടുത്തിട്ടുള്ളത്? ഫോളോയിങ് സമ്മർ സോൾസ്റ്റേസ് the apparent movement of sun from the Tropic of Capricorn to the Tropic of Cancer is known as ദക്ഷിണായനം. ഇതിലെ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി ഈസ് കറക്റ്റ്. Okay, statement 1 only is correct. Okay, then next question. Identify the person from the hints given below. Fought against child marriage. Arya Mahila Samaj was established. Sharada Sadan was started for the റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പേഴ്സൺ താഴെ കുറച്ച്, അതായത് നമുക്കിവിടെ കുറച്ച് ഹിൻസ് നൽകുന്നുണ്ട്. ആ ഹിൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പേഴ്സണിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് ഫസ്റ്റ് നൽകിയിട്ടുള്ളത്? ഫോർട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്, ചൈൽഡ് ബാലവിവാഹത്തിനെതിരെ പോരാടി. ദെൻ ആര്യ മഹിള സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ശാരദാ സദൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്. അതുപോലെ ആര്യ മഹിള സമാജ് സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്? റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്, വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദൻ ആരംഭിച്ചു. ആരാണ് ആള്? പേഴ്സണിനെ മനസ്സിലായല്ലോ. പണ്ഡിത രമാബായി ആണ്. ആരാണ്? പണ്ഡിത രമാബായി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 5 to 7. 2 or more സെന്റൻസ് ആണ്. ഈച്ച് ക്യാരീസ് 2 സ്കോർ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിലെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ഐഡന്റിഫൈ ദ ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് മാർക്ക്ഡ് ആസ് പി. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടർ ഓഫ് ദിസ് ലൈൻ. അവിടെ നോക്കിക്കേ, നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ലോകഭൂപടം നിരീക്ഷിച്ച് പി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന രേഖാംശ രേഖ തിരിച്ചറിയാനാണല്ലേ. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട് ആ മാപ്പ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ലൈൻ അല്ലേ. 180° ലോഞ്ചിറ്റ്യൂഡ് ഈസ് കൺസിഡേർഡ് അത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലേ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 180° രേഖാംശ രേഖ എന്താണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. The person traveling towards the east loses a day while crossing this longitude. A person traveling towards the west gains a day. Travelers move westward crossing the line, and the day travelers who move towards the east calculate time by deducting day. To avoid situation of two different dates in countries through which the international date line passes, certain adjustments are made in this line. The line is arranged to avoid populated land area in the പസഫിക് ഓഷ്യൻ. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഈ ഒരാൾ ഒരു രേഖ കടന്നു പോവുകയാണെങ്കിൽ എന്താണ്? ഒരു ദിവസം കുറയ്ക്കുകയും, ഇടക്കോട്ട് സഞ്ചരിക്കുന്ന ആൾ ഒരു രേഖ കടന്നു പോകുമ്പോൾ ഒരു ദിവസം കുറയ്ക്കുകയും, ഈ പടിഞ്ഞാറോട്ടേക്കാണെങ്കിൽ സഞ്ചരിക്കുന്ന ആൾ ഒരു ദിവസം കൂട്ടുകയും ചെയ്യും അല്ലേ. അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ എന്താണ്? 2 വ്യത്യസ്ത തീയതികൾ വരുന്നത് ഒഴിവാക്കാൻ ഈ രേഖയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചില ക്രമീകരണങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ദ ലൈൻ ഈസ് അറേഞ്ച്ഡ് ടു അവോയ്ഡ് പോപ്പുലേറ്റഡ് ലാൻഡ് ഏരിയാസ് ഇൻ ദ പസഫിക് ഓഷ്യൻ. പസഫിക് സമുദ്രത്തിലെ ജനവാസ മേഖലകൾ ഒഴിവാക്കാനാണ് ഈ രേഖ എന്ത് ചെയ്യുന്നത്?
വളഞ്ഞു പുളഞ്ഞിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എസ്റ്റിമേറ്റ് ദ ലോക്കൽ ടൈം അറ്റ് 50° വെസ്റ്റ് ആൻഡ് 50° ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് വെൻ ദി ഗ്രീൻവിച്ച് മീൻ ടൈം ഈസ് 8 AM. അതായത് ഗ്രീനിച്ച് സമയം രാവിലെ 8 മണിയായിരിക്കുമ്പോൾ 15 ഡിഗ്രി പടിഞ്ഞാറ് അല്ലേ. സമയം 15 ഡിഗ്രി പടിഞ്ഞാറ് 15 ഡിഗ്രി കിഴക്ക് രേഖാംശങ്ങളിലെ എന്താ പറഞ്ഞിട്ടുള്ളത്, ലോക്കൽ ടൈം കണക്കാക്കാനാണല്ലേ, എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയായിരിക്കും? 50° വെസ്റ്റ് 7 AM ആയിരിക്കും അല്ലേ. 50° വെസ്റ്റ് എത്രയായിരിക്കും? 7 AM ആയിരിക്കും. ദെൻ 50° ഈസ്റ്റ് എത്രയായിരിക്കും? 9 AM ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ ടൈം ലൈൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് മാഗ്ന കാർട്ട ഏതാണ്? വർഷം എന്താണ്? 1215 അല്ലേ. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും? യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് അല്ലേ. 1789 ബിൽ ഓഫ് റൈറ്റ്സ് മെൻഷൻ ഇൻ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്നതാണ് ബിൽ ഓഫ് റൈറ്റ്സ് അല്ലേ. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ഓഫ് ദ സിറ്റിസൺ 1789. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അല്ലേ. ലാസ്റ്റ് ഏതാണ്? യുണൈറ്റഡ് നാഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് എന്നാണ് 1948. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ടൈം ലൈൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ആർ ഫ്രണ്ട്സ്. എയും ബിയും എന്താണ്? ഫ്രണ്ട്സ് ആണ് അല്ലേ. എ ബിൽറ്റ് എ ഹൗസ് ആൻഡ് ബി ബോട്ട് എ ലക്ഷറി കാർ. എ എന്ത് ചെയ്തു? ഒരു ഹൗസ് ഉണ്ടാക്കി. ബി ബോട്ട് എ ലക്ഷറി കാർ. ബി എന്ത് ചെയ്തു? ഒരു ലക്ഷറി കാർ വാങ്ങി. വാട്ട് കൈൻഡ് ഓഫ് നീഡ്സ് ആർ ഫുൾഫിൽഡ് ബോത്ത് കേസസ്. അപ്പോൾ രണ്ടുപേരുടെ കേസിലും ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് നിറവേറ്റപ്പെട്ടിട്ടുള്ളതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എ എന്താണ്? ഫുൾഫിൽ ബേസിക് നീഡാണല്ലേ. ദെൻ ബി എങ്ങനെയാണ്? ഫുൾഫിൽ ഗ്രാറ്റിഫൈങ് നീഡാണ്. അതെങ്ങനെയാണ്? സുഖലോലുപത, അതായത് ആവശ്യം നിറവേറ്റുകയാണ് അല്ലെ. ആവശ്യം നല്ലൊരു ആഡംബരത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതെന്താണ്? ഫുൾഫിൽ ഗ്രാറ്റിഫൈങ് നീഡാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡിസ്ക്രൈബ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മെൻഷൻ ദ വേസ് ടു റീസോർവ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഈ അവകാശം പുനഃസ്ഥാപിക്കാനുള്ള വഴികളും പരാമർശിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മെൻഷൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ആസ് പെർ ദിസ് റൈറ്റ്. ആരാണിത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ BR അംബേദ്കർ ആണല്ലേ. ഓക്കെ, ആസ് പെർ ദിസ് റൈറ്റ് ഇഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ അപ്രോച്ച് എയ്തർ ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്സ് ഫോർ എൻഫോഴ്സിംഗ് ദം. അപ്പം എന്താണ്? ഇനി മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്താണ്? ഒരു വ്യക്തിക്ക് അവ നടപ്പിലാക്കുന്നതിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതികളെയോ സമീപിക്കാവുന്നതാണ് അല്ലേ. Writs are orders and direction issued by the Supreme Court or High Courts for the protection of the fundamental rights as per above mentioned articles. അപ്പോൾ എന്താണ്? മൗലിക അവകാശ സംരക്ഷണത്തിനായിട്ട് എന്താണ്? സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇലിസിഡേറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം, അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ അത് വിശദീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പ്രൈമറി എഡ്യൂക്കേഷൻ വാസ് ഡിക്ലെയർഡ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21A ബൈ ദ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഇൻ 2002 അല്ലേ. അതായത് 2002 86 ഭരണഘടനാ ഭേദഗതി നിയമം വഴി എന്താണ്? ആർട്ടിക്കിൾ 21 എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാഥമിക വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. Then Parliament passed the Right to Education Act in 2009. The Act came into effect in April 2010. അപ്പോൾ ഈ 2009 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശം പാസ്സാക്കിയെങ്കിൽ 2010
ഏപ്രിൽ അത് നിലവിൽ വന്നിട്ടുള്ളത് അല്ലേ. ദിസ് ആക്ട് എൻഷുവേഴ്സ് ഫ്രീ കമ്പൽസറി ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 6 and 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഈ നിയമം ഉറപ്പാക്കുന്നുണ്ട് അല്ലേ. ബട്ട് കൾച്ചറൽ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്താണ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനറി സെക്ഷൻ അല്ലേ. അതായത് ഈ വിദ്യാഭ്യാസം ഏതാണ് അടുത്ത് നമ്മൾ പറഞ്ഞത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എങ്ങനെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് ദിയർ ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ അതുപോലെ തന്നെ എന്താണ് അവരുടെ സ്വന്തം ഭാഷ ലിപി സംസ്കാരമൊക്കെ എന്നിവ ഈ സംരക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. The religious and linguistic minorities have the right to establish and administer the educational institution of their choice. അതായത് മതപരവും ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാം അവരുടെ ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനൊക്കെ അവകാശമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ രണ്ടും കൂടിയുള്ള വ്യത്യാസം ഒന്ന് എഴുതാം. ഓക്കെ, ഇത് നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. നെയിം ദ വൈസ്രോയി ഹു പാർട്ടീഷൻഡ് ബംഗാൾ. ഹൗ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ സ്ട്രെങ്തൻ ദ സ്വദേശി മൂവ്മെന്റ്. ആരാണ് ബംഗാൾ വിഭജിച്ച വൈസ്രോയുടെ പേരെന്താണ്? കഴ്സൺ അല്ലെ, കഴ്സൺ പ്രഭു ആണ്. ഹൗ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ സ്ട്രെങ്തൻ ദ സ്വദേശി മൂവ്മെന്റ്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ വൈസ്രോയി ഹു പാർട്ടീഷൻ ബംഗാൾ. ഹൗ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ സ്ട്രെങ്തൻ ദ സ്വദേശി മൂവ്മെന്റ്. ആരാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തിയിട്ടുള്ളത്? പാർട്ടീഷൻ ബംഗാൾ നമ്മുടെ കഴ്സൺ പ്രഭു ആണ് അല്ലേ, കഴ്സൺ പ്രഭു ആണ്. ഹൗ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ സ്ട്രെങ്തൻ ദ സ്വദേശി മൂവ്മെന്റ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്വദേശി മൂവ്മെന്റ് സ്ട്രെങ്തൻ ചെയ്യാനല്ലേ എങ്ങനെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം സഹായിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലോർഡ് കഴ്സൺ എന്ന് എഴുതി കൊടുക്കുക. 1905 1905 ബംഗാൾ വിഭജനം നടന്നിട്ടുള്ളത്. ദെൻ ദ പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എസ്കലേറ്റഡ് ഇൻ ടു സ്വദേശി മൂവ്മെന്റ് സിഗ്നിഫിക്കൻ്റ്ലി എനർജൈസിങ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അല്ലേ. അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ എന്താണ് സ്വദേശി പ്രസ്ഥാനമായിട്ട് മാറിയത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വലിയൊരു ഊർജ്ജമാണ് നൽകിയത്. Then centered on the concept of boycott self-reliance. Primary strategy involved promoting Indian made goods while boycotting British product, too much indigenous industries and cut off trade revenue for the colonial government. Partition of Bengal brought the common people, women and students of India political movement for the first time അല്ലേ. അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ അതുപോലെ തന്നെ സ്വദേശി അല്ലേ. Boycott self-reliance primary strategy and promoting Indian made goods while boycotting British product to boost indigenous industries. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാനും പ്രസ്ഥാനം ആഹ്വാനം ചെയ്യുകയാണല്ലേ. ഇതിനെന്താണ് സ്ത്രീകൾ വിദ്യാർത്ഥികൾ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറിയത് എന്താണ് ബംഗാൾ വിഭജനത്തോടെയാണല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗാന്ധിയൻ ഇക്കണോമിക് തോട്ട്സ് ഇൻ കണ്ടംപററി ഇന്ത്യ. അതായത് സമകാലീന ഇന്ത്യ അല്ലെ കണ്ടംപററി ഇന്ത്യയിൽ ഗാന്ധിയൻ സാമ്പത്തിക ചിന്തയുടെ പ്രാധാന്യം വിശദീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് സിഗ്നിഫിക്കൻറ്റ് റെലവൻസ് ഇൻ കണ്ടംപററി ഇന്ത്യ ആൻഡ് അഡ്രസ്സസ് മെനി ഓഫ് ഇറ്റ്സ് മോഡേൺ ചാലഞ്ചസ്. അപ്പോൾ എന്താണ് ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകൾക്ക് എന്താണ് സമകാലിക ഇന്ത്യയിൽ വലിയ പ്രാധാന്യം ഉണ്ടല്ലേ. ഗാന്ധിസ് വിഷൻ വാസ് നോട്ട് simple rejection of modernity but a holistic framework that prioritized human well-being, social justice and sustainable development over purely materialistic growth. അപ്പോൾ എന്താ നടന്നത് കേവലം ഭൗതിക വളർച്ചയ്ക്ക് ഉപരിയായിട്ട് എന്താണ് മനുഷ്യൻ്റെ ക്ഷേമം അതുപോലെ തന്നെ സാമൂഹിക നീതി അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനം എന്നിവയ്ക്കൊക്കെയാണല്ലേ ഗാന്ധിജി മുൻഗണന നൽകിയത്. over purely materialistic. ഗാന്ധിജി envisioned in economy a self-sufficiency and decentralization. ഗാന്ധിജി അതുപോലെ തന്നെ സ്വാശ്രയത്തിലും വികേന്ദ്രീകരണത്തിലും അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. Rural industries need to be nurtured and increase employment opportunities locally. Expand local markets for marketing locally produced goods. Economic inequality should be elevated into ensure social justice. അപ്പോൾ എന്താണ് പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക അസമത്വം കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ.
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടംപററി ഇന്ത്യയിൽ, അതായത് സമകാലിക ഇന്ത്യയിൽ ഗാന്ധിയൻ സാമ്പത്തിക ചിന്തയുടെ പ്രാധാന്യമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, നെയിം ദ ഡിഫറെൻറ്റ് സീസൺ ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എനി വൺ ഓഫ് ദം. ഏതൊക്കെയുണ്ട് ഡിഫറെൻറ്റ് സീസൺസ് എഴുതും വേണം. ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ക്യാരക്ടറിസും നിങ്ങൾ എഴുതണം. ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എഴുതിയാൽ മതി. ഇവിടെ എല്ലാത്തിനെയും കുറിച്ച് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് പഠിച്ച് വയ്ക്കുക. ഓക്കെ, സ്പ്രിങ്, പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് സീസൺസ് ഏതൊക്കെ നമുക്കറിയാലോ, സ്പ്രിങ്ങും സമ്മറും ഓട്ടമും വിൻ്ററും ആണല്ലേ. അപ്പോൾ സ്പ്രിങ് നോക്കാം. പ്ലാന്റ്സ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസ്. അപ്പോൾ വസന്തകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലമാണല്ലോ ഉള്ളത്. അപ്പോൾ വസന്തകാലത്ത് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ നമുക്ക്? പ്ലാന്റ്സ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേറ്റ് ഗ്രാജുവലി ഇൻക്രീസ്. ചെടികൾ വെക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ. അതുപോലെ എന്താണ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസ്. പകലിൻ്റെ ദൈർഘ്യം ക്രമേണ വർദ്ധിക്കുന്നു. ഇനി സമ്മർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ജനറലി ലോങ്ങർ ഡേയ്സ് ആയിരിക്കും അല്ലേ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ദെൻ ജനറലി ലോങ്ങർ ഡേയ്സ് ആയിരിക്കും. പൊതുവെ ദൈർഘ്യമേറിയ പകലുകളായിരിക്കും. ദെൻ ഓട്ടം എന്താണ്? ദ ഷെഡ് ദെയർ ലീവ്സ് ബിഫോർ ദ അറൈവൽ ഓഫ് വിൻ്റർ. ദെൻ ഡ്യൂറിങ് ദിസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഡിക്രീസ് ആവുകയാണ് അല്ലേ. പകലിൻ്റെ ദൈർഘ്യം ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ വിൻ്റർ ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, സ്നോഫാൾ, ജനറലി ലോങ്ങർ നൈറ്റ്സ്. കുറഞ്ഞ അന്തരീക്ഷ താപനില, മഞ്ഞുവീഴ്ച അല്ലേ. പൊതുവെ ദൈർഘ്യമേറിയ രാത്രികളായിരിക്കും. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആൻഡ് റൈറ്റ് വാല്യൂ സിസ്റ്റം അഫക്ട് ഇന്ത്യൻ ഫാർമേഴ്സ്? ഇന്ത്യൻ ഫാർമേഴ്സിനെ എങ്ങനെയാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റും അതുപോലെ റൈറ്റ് വാല്യൂ സിസ്റ്റം എഫക്ട് ചെയ്തിട്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് എഫക്റ്റഡ് ഫാർമേഴ്സ് ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷ് നികുതി നയങ്ങൾ എന്താണ്? കർഷകരെ എന്ത് ചെയ്യാണ്? ബാധിക്കുന്നുണ്ടല്ലേ. ഫാമേഴ്സ് വാണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ഹൈ ടാക്സസ് ഈവൻ ഇഫ് ക്രോപ്സ് വർ ഡാമേജ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രോട്ട് ദർ വാസ് നോ ടാക്സ് റിലീഫ്. ഫാമേഴ്സ് എന്ത് കാരണം ബുദ്ധിമുട്ടി? ടാക്സ് കാരണം അല്ലേ. ഇഫ് ക്രോപ്സ് ഡാമേജ് ഡ്യൂ ടു ഫ്ലഡ്, ഡ്രോട്ടോ അല്ലെങ്കിൽ അതുപോലത്തുള്ള ഫ്ലഡൊക്കെ കാരണം, വരൾച്ചൊക്കെ കാരണം വിള നാശം ഉണ്ടായാലും നികുതിക്ക് എന്തോ ഇളവും ഉണ്ടായിരുന്നില്ല അല്ലേ. ഫാർമർ ഹാഡ്സ് ടു റിലേ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലോസിങ് ദെയർ ഫാം ലാൻഡ്. ഡെപ്റ്റ് ഫാമേഴ്സ് ലോസ്റ്റ് ദെയർ ലാൻഡ്. അങ്ങനെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ കർഷകർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ആ മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വരികയാണല്ലേ. ഒടുവിൽ അവരെങ്ങനെയാണ്? ഡെപ്റ്റ് ഫാമേഴ്സ് ലോസ്റ്റ് ദെയർ ലാൻഡ്. കടക്കെണിയിലായ കർഷകർക്ക് തങ്ങളുടെ കൃഷിഭൂമി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണല്ലേ ചെയ്യുന്നത്. Okay, the next question. The Neelam Peasant Revolt 1859 in Bengal was the most important agrarian revolt against the British colonial rule. Explain the circumstances led to this revolt. അപ്പം നീലം കർഷക കലാപത്തിലേക്ക് നയിച്ചിട്ടുള്ള സർക്കസ്റ്റാൻസസ്, സാഹചര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഫോഴ്സ് ദ ഫാമേഴ്സ് ടു കൾട്ടിവേറ്റ് ദ ഇൻഡിഗോ പ്ലാന്റ് ഫോർ ദ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ വില്ലേജ്. ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ് could be sold only to the British. The British paid less the market price for the indigo to the farmers. It led to severe food shortage, exploitation, and economic hardship with the discovery of artificial days. The demand of indigo decreased and poverty increased. എന്താ ഉണ്ടായത്? ബ്രിട്ടീഷ് പ്ലാന്റർമാർ എന്ത് ചെയ്യണേ? ഗ്രാമങ്ങളിൽ സ്ഥാപിച്ച ഫാക്ടറികളിൽ കർഷകരെ കൊണ്ട് നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാണ്? നീലം കൃഷി ചെയ്യിപ്പിക്കുകയാണല്ലേ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന നീലം ആർക്ക് മാത്രമേ വിൽക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് അല്ലേ. അതിന് വിപണിയേക്കാൾ കുറഞ്ഞ തുകയാണ് അവർ നൽകിയിരുന്നത്. ഇത് രൂക്ഷമായിട്ടുള്ള സേവിയർ ഫുഡ് ഷോർട്ടേജും അതിന് എക്സ്പ്ലോയിറ്റേഷനോ ആൻഡ് ഹാർഡ്ഷിപ്പ് വിത്ത് ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡേയ്സ് അല്ലേ. അതായത് സാമ്പത്തിക ചൂഷണത്തിനൊക്കെ വഴി തെളിയിക്കുകയാണ്. ദെൻ ആർട്ടിഫിഷ്യൽ ഡൈസിൽ എന്താണ്? കൃത്രിമ ചായങ്ങൾ കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറയുകയും ദാരിദ്ര്യം വർദ്ധിക്കുകയും ചെയ്യുകയാണല്ലേ. Then Digambar Bishwa and Vishnu Bishwa. Farmers abandoned their indigo cultivation. Indigo factories were then attacked അല്ലേ. ദെൻ ദിഗംബർ വിശ്വാസം, വിഷ്ണു വിശ്വാസം എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്? കർഷകർ നീലം കൃഷി ഉപേക്ഷിക്കുകയും ഫാക്ടറികൾ ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു സായുധ സമരത്തിലേക്ക് നീങ്ങുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിനുണ്ടായ കാരണങ്ങളെന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ സ്ട്രെങ്തൻ ഇന്ത്യൻ നാഷണലിസം ബേസ്ഡ് ഓൺ ദ ഹിവൻ ഹിൻസ്. നൽകിയിട്ടുള്ള ഹിൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയെ സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ, ശക്തിപ്പെടുത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് എന്ത് എഴുതാം? എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എഴുതാം അല്ലേ.
The British transformed India into a colony for raw material collection and market for their goods, aiming for economic exploitation. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഇന്ത്യയുടെ തങ്ങളുടെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും ശേഖരിക്കുന്ന കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വിപണിയാക്കി മാറ്റുകയാണ് അല്ലേ. The policy resulted in widespread unemployment and poverty, prompting diverse groups, including farmers, artisans, small traders, and tribal communities to rebel against British rule. അങ്ങനെ ദാദാഭായ് നവറോജി, R.C. ദത്തൻ, മഹാദേവ ഗോവിന്ദരാമ ran out detailed studies about the economic exploitation by British. അങ്ങനെ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാഗോവിന്ദ റാനഡെയൊക്കെ തുടങ്ങിയവരെന്താണ് ഈ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തി എന്ത് ചെയ്തു? ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എഴുതാം അല്ലെ, പാശ്ചാത്യ വിദ്യാഭ്യാസം. ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റ് ഇൻ ഇന്ത്യ ഇൻ 19th century ടു അസേർട്ട് ദെയർ കൾച്ചറൽ സുപ്പീരിയോറിറ്റി ആൻഡ് ക്രിയേറ്റ് എ കംപ്ലൈൻറ്റ് ക്ലാസ്. അപ്പോൾ എന്തായിരുന്നു 19ാം നൂറ്റാണ്ടിലല്ലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസം എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുകയാണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക് എന്താണ്? ജനാധിപത്യം. ദ ക്രിയേറ്റ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഗെയിൻഡ് എക്സ്പോഷർ ടു വെസ്റ്റേൺ ഐഡിയൽസ് ഡെമോക്രസി, ഫ്രീഡം, then civil rights, etc. This newfound awareness led to the question British rule and sparked discussion about ending it. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമത്വ പൗരാവകാശങ്ങൾ പാശ്ചാത്യ ആശയങ്ങളൊക്കെ വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ പരിചയപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഈ പുതിയ അറിവ് എന്താണ്? ദിസ് ന്യൂ ഫൗണ്ട് അവയർനെസ് ലെഡ് ടു ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് റൂൾ ആൻഡ് സ്പാർക്ക് ഡിസ്കഷൻ അബൌട്ട് എൻഡിങ് ഇറ്റ്. അങ്ങനെ ഈ പുതിയ അറിവ് ബ്രിട്ടീഷ് ഭരണത്തെ ചോദ്യം ചെയ്യാനും ദേശീയ ബോധം വളർത്താനും സഹായിക്കുകയാണ് അല്ലേ. ദെൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹെൽപ്ഡ് ഇന്ത്യൻ അണ്ടർസ്റ്റാൻഡ് ദെയർ നാഷൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഷോർട്ട് കമ്മിങ്സ്. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് തമ്മിൽ ആശയവിനിമയം നടത്താൻ ഇംഗ്ലീഷ് ഭാഷ എന്ത് ചെയ്യാണ്? ഒരു പൊതുമാധ്യമമായിട്ടും മാറിയല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Rajaram Mohan Roy initiated the social reforms in India. Explain the major activities of Rajaram Mohan Roy in social reform movement. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മളോട് വിശദീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? ഹി ഇനിഷ്യേറ്റഡ് സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഹി ഹാഡ് പ്രൊഫൗണ്ട് നോളജ് ഇൻ ഹിന്ദുയിസം, then Islam, Christian and Judaism. He was influenced by French Revolution. Then he played a crucial role in abolishing Sati through Brahma Samaj. ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണല്ലേ. പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യൻ ആൻഡ് ജൂതിയിസം. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച്. ഹി ഹാഡ് പ്രൊഫൗണ്ട് നോളജ് ഹിന്ദു ഇൻ ഇസ്ലാം, ക്രിസ്ത്യൻ ആൻഡ് ജൂതിലിസം. ഹൈന്ദവ, ക്രിസ്ത്യനും അതുപോലെ തന്നെ ജൂതമതങ്ങളിലൊക്കെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? പ്രൊഫൗണ്ടുള്ള നോളജ് ഉണ്ടായിരുന്നു, അഗാധമായിട്ടുള്ള അറിവ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നല്ലേ. Then he was influenced by French Revolution. He played a crucial role in abolishing Sati through Brahma Samaj. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ബ്രഹ്മസമാജത്തിലൂടെ എന്ത് ചെയ്തു? സതി നിരോധിക്കുന്ന നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റാർട്ടഡ് മെനി മോഡേൺ സ്കൂൾ, ദെൻ സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഐഡൽട്രി, polytheism, then polygamy, child marriage, etc. Argued when her right to inheritance, then pointed by Rajaram Mohan Roy with Sambad Kauvadi and Murat ul Akbar. അങ്ങനെ എന്തൊക്കെയാണ്? വിഗ്രഹാരോപണം, ബഹുഭാര്യത്വം, ബാലവിവാഹം എന്നിവയെ അദ്ദേഹം പോരാടുന്നുണ്ട് അല്ലേ. അതുപോലെ സ്ത്രീകൾക്ക് എന്താണ്? വുമൺ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് ആർഗ്യൂഡ് അല്ലേ. അദ്ദേഹം സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണമെന്ന് വാദിക്കുകയും ആധുനിക വിദ്യാലയങ്ങളൊക്കെ മോഡേൺ സ്കൂളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ. ഇതിന് എന്താ ലാസ്റ്റ് പറയുന്നത്? പോയിനേഡ് ബൈ രാജാറാം മോഹൻ റോയ് വിത്ത് സമ്പാദ് കൗമുദി ആൻഡ് മിറാത്തുൽ അക്ബർ അല്ലേ. അപ്പം സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നിവരുടെ പത്രങ്ങളുടെയൊക്കെ ആശയ പ്രചരണമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ നോക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യമുണ്ട്. ദ റിവോൾട്ട് ഓഫ് 1857 വാസ് ഓർഗനൈസ്ഡ് ഇൻ റിബലിയൻ ഇൻ ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അനലൈസ് ദ റിവോൾട്ട് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ നൽകിയിട്ടുള്ള ഹിൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശകലനം ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു വിശകലനം ചെയ്ത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ കമ്പയർ സമ്മർ സോൾട്ടേഴ്സ് ആൻഡ് വിൻ്റർ സോൾട്ടേഴ്സ്. അപ്പോൾ സമ്മർ സോൾട്ടേഴ്സും വിൻ്റർ സോൾട്ടേഴ്സും കൂടിയിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? 21 ജൂൺ സമ്മർ സോൾട്ടേഴ്സ് ആണല്ലേ. ദെൻ പൊസിഷൻ ഓഫ് സണ്ണും ആൻഡ് പെക്കുലാരിറ്റി ഓഫ് ദ ഡേ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.